കാണുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയും ഇറാനും രണ്ടുപേരും ഡിപ്ലോമസിക്ക് ഒരു ചാൻസ് കൊടുക്കാൻ തയ്യാറില്ലെന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ നമുക്കൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കണം. അമേരിക്കയാണ് ഇറാനേക്കാൾ കൂടുതൽ ഡിപ്ലോമസിക്ക് ഒരു ചാൻസ് നിഷേധിച്ചിരിക്കുന്നത്. കാരണം പ്രസിഡന്റ് ട്രംപ് സംസാരിക്കണമെന്ന് പറയുന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നു ഈ ഡെഡ് ലൈൻ ഇതൊക്കെ ചെയ്യണം എല്ലാം പരസ്യമായിട്ട് പറയുന്നു. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറാനിയൻ ലീഡർഷിപ്പിന് ഈ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാകും. കാരണം ഇറാനിയൻ ജനത പറയും ലീഡർഷിപ്പ് സറണ്ടർ ചെയ്തു, പേടിച്ച് സറണ്ടർ ചെയ്തു. അപ്പോ പ്രസിഡന്റ് ട്രംപ് ഡിപ്ലോമസിക്ക് ഒരു ചാൻസ് കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ഡിപ്ലോമസി എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അത് കോൺഫിഡൻഷ്യൽ ഡിസ്കഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റ് ട്രംപിന് ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ യുദ്ധത്തിലേക്കുള്ള വളരെ വേഗത്തിലുള്ള ചാട്ടം. പിന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്റെ അഭിപ്രായത്തിൽ അവരൊരു 10 പോയിന്റ് പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലതാണത്. പക്ഷേ അവർക്ക് ഈ ഡിപ്ലോമാറ്റിക് ചെസ് കുറച്ചും കൂടി എന്താ പറയുക സട്ടിലായിട്ട് പ്ലേ ചെയ്യാമായിരുന്നു. ഇറാനെ പറയാമായിരുന്നു ഈ പ്രശ്നങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്യാനും പരിഹരിക്കാനും വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് സെക്രട്ടറി ജനറൽ വിളിച്ചു കൂട്ടട്ടെ. അതിൽ ഇറാൻ ഉണ്ടാവണം, അടുത്ത രാജ്യങ്ങളുണ്ടാവണം, GCC അവരെല്ലാവരും ഉണ്ടാവണം, ഇസ്രയേലും ഉണ്ടാവണം, P5 പെർമനന്റ് 5 ഉണ്ടാവണം, മറ്റുള്ളവരുണ്ടാവണം, ഇന്ത്യ ഉണ്ടാവണം. അങ്ങനെ ചൈന P5 പെടും. അപ്പോൾ അത് ഇറാന് ചെയ്യാമായിരുന്നു. അത് തീർച്ചയായിട്ടും ട്രംപും നെതന്യാഹുവും നിരാകരിച്ചത്. അപ്പോൾ ഇറാന് തന്നെ പ്രൊജക്ട് ചെയ്യാമായിരുന്നു ഇറാൻ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടാണ്, അമേരിക്കയാണ് ഇസ്രയേലുമാണ് ഡിപ്ലോമസിക്ക് തടസ്സം നിൽക്കുന്നത്. അത് ഇറാൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഒന്നാമത് ഇറാൻ ലീഡർഷിപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെവിടെയാണെന്ന് സംസാരിക്കുന്നതെന്ന്, എവിടെയാണ് അവർ ചേർന്നിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഇസ്രയേൽ ഉടനെ തന്നെ അത് ബോംബ് ചെയ്യും. അപ്പൊ ആ ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ ഇപ്പോ നമ്മൾ കാണുന്നത് നാളെ ബുധനാഴ്ച നമ്മുടെ 5:30 മണിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ട്രംപ് പറയുന്നത് 4 മണിക്കൂർ നേരത്തേക്ക് ട്രംപ് അവിടെ ഒരുപാട് നാശം ചെയ്യും. ബ്രിഡ്ജസും പവർ പ്ലാന്റ്സും. പിന്നെ വേറൊന്ന് മനസ്സിലാക്കാനുള്ളത് ട്രംപ് ഇസ്രയേലും മറ്റ് പലതരത്തിലും നാശം ചെയ്യും. മനസ്സിലായി? അപ്പൊ രണ്ടുപേരും കൂടി ഒരുപാട് നാശം ചെയ്യും. അപ്പോൾ ട്രംപ് വിചാരിക്കുന്നത് ഈ 4 മണിക്കൂർ നേരത്തേക്ക് നാശം ചെയ്തിട്ട് ട്രംപിന് പറയാൻ സാധിക്കും ഇനി കൂടുതൽ മിലിറ്ററി ആക്ഷന്റെ ആവശ്യമില്ല, ഒരു സ്റ്റോണേജിലേക്ക് ഞാൻ അയച്ചു, ഇനി ഇറാൻ ജനതയ്ക്കൊരു അവസരം കൊടുക്കണം, അവരുടെ ഇത്ര നീചമായ ഭരണകൂടത്തിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനും അതിന് താഴ്ത്തേക്ക് കൊണ്ടുപോകാനും. അതുകൊണ്ട് ഇത് ഞാൻ നിർത്തുവാണ്. ഇസ്രായേലിനോട് ഞാൻ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്, അവരും അത് കേൾക്കും. അതാണ് ട്രംപ് മിക്കവാറും വിചാരിക്കുന്നത്. ഇറാൻ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചാൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഇറാൻ ജനതയോട് ഇറാന്റെ പവർ പ്ലാന്റ്സും ബ്രിഡ്ജസും സംരക്ഷിക്കാൻ. അതിന്റെ അർത്ഥം അവര് ആ ബ്രിഡ്ജസിൽ പോയി അതിന്റെ അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ പവർ പ്ലാന്റ്സിന്റെ അടുത്ത് നിൽക്കണം. അപ്പോ ഒരു പക്ഷേ അമേരിക്ക ബോംബ് ചെയ്തില്ല എന്ന് വന്നേക്കാം. പക്ഷെ എന്റെ
അഭ്യൂഹത്തിൽ അമേരിക്ക ബോംബ് ചെയ്യും. കാരണം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ഇവര് ആനിമൽസ് ആണെന്ന്. അദ്ദേഹത്തോട് ഒരു റിപ്പോർട്ട് ചോദിച്ചു, ഇങ്ങനെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ബോംബ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോയ്ക്ക് എതിരല്ലെന്ന് ചോദിച്ചപ്പോൾ എന്തിന് ഞാൻ അതിനെപ്പറ്റി വിചാരിക്കണം? കാരണം ഇവര് അനിമൽസ് ആണ്. അവര് 45,000 പേരെ കഴിഞ്ഞ മാസം കൊന്നില്ലേ? ഇവിടെ ട്രംപിന്റെ ഹിസ്റ്ററി ഓർമ്മിക്കാനുള്ള കഴിവ് കുറച്ച് റിപ്പയർ വേണം. കാരണം കഴിഞ്ഞ മാസം നമ്മളിപ്പോ ഏപ്രിലല്ലേ, കഴിഞ്ഞ മാസം മാർച്ചില് ഇറാൻ ഭരണകൂടം 45,000 പേരെ കൊന്നില്ല. അത് ജാനുവരിയിൽ സംഭവിച്ചതാണ്, ഡിസംബർ ജാനുവരിയിൽ. തന്നെയുമല്ല അത് 45,000 എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒത്തിരി എക്സജറേഷനാണ്. അതിനെപ്പറ്റിയുള്ള ശരിക്കുള്ള കണക്ക് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് ട്രംപിന്റെ സ്റ്റൈലാണ്. അപ്പോ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇറാൻ ജനത ആ ഭരണകൂടത്തിന്റെ ആഹ്വാനം കേട്ടിട്ട് ഈ ബ്രിഡ്ജസിന്റെയും പവർ പ്ലാന്റിന്റെ അടുത്ത് പോയി നിൽക്കുമോ ഇല്ലെന്നുള്ളത് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ 1976 മുതൽ 79 വരെ, 79-ലായിരുന്നല്ലോ വിപ്ലവം. അപ്പോ ഷാഹിൻഷായ്ക്കെതിരായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസിൽ ഒരു 100, 120 അല്ലെങ്കിൽ 180 ആണുങ്ങള് അവര് വെളുത്ത വസ്ത്രമാണ് ധരിക്കുക. അത് ഇറാനിലെ ശവത്തിന്റെ ഷൗഡിന്റെ കളറാണത്. അപ്പൊ അവരിങ്ങനെ ഏറ്റവും മുന്നിലായിരിക്കും. അപ്പോ അവര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ആരെങ്കിലും വെടിവെക്കുകയാണെങ്കിൽ ഞങ്ങളത് ഏറ്റോളാം, പക്ഷേ വെടിവെപ്പ് തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും, പിന്നെയുള്ള എല്ലാവരും, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഓടിപ്പൊയ്ക്കൊള്ളണം. അതായത് ഇവര് മരണം സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. ഈ ഞാൻ പറഞ്ഞതുപോലെ 100, 120, 150 പേര്, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയുള്ളൊരു സെൽഫ് സാക്രിഫിഷ്യൽ മെന്റാലിറ്റി ഇറാനിയൻസിന്റെ മനസ്സിലുണ്ട്. പക്ഷേ അത് ഈ കാര്യത്തിൽ അവർ ചെയ്യുമല്ലെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ട്രംപിന്റെ ആഹ്വാനം കേട്ടിട്ട് ആരും കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ദി ഇറാനിയൻ ജനത അവരുടെ ഭരണകൂടത്തിനെതിരായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നില്ല. തന്നെയുമല്ല, ട്രംപ് ഭരണകൂടത്തിന്റെ ജനപിന്തുണ കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇത് ചരിത്രത്തിൽ എപ്പോഴും ഒരു ലോ ഓഫ് അൺഇന്റൻഡഡ് കോൺസിക്വൻസസ് ഉണ്ട്. അതായത് ഒരാൾ ഒരു കാര്യം ഒരു ഉദ്ദേശത്തിൽ ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഫലം മറിച്ചാണ്. അപ്പൊ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു കഴിഞ്ഞു ട്രംപ് ചെയ്യുന്നത് തെറ്റാണെന്ന്. അപ്പോ തന്നെയുമല്ല, ട്രംപ് ഇസ്രയേലാണ് ട്രംപിന്റെ പോളിസി നിശ്ചയിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ചില കമന്റേറ്റേഴ്സ് എവിടെയാണ് അൽ ജസീറയിൽ കേട്ടതാണ്, അത് എപ്സ്റ്റീൻ കാരണമായിരിക്കും. കാരണം ട്രംപ് എപ്സ്റ്റീൻ ഫയലിന്റെ കാര്യത്തിൽ നിന്ന് ആളുകളുടെ ക്യൂരിയോസിറ്റി മാറ്റാനും വേണ്ടിയിട്ട്. അതെനിക്ക് അത്ര എന്താ പറയുക കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഇതിനും കൂടി ഡീപ്പർ ആയിട്ടുള്ളൊരു എപ്സ്റ്റീൻ ആംഗിൾ ഉണ്ട്. അതായത് ഈ എപ്സ്റ്റീന്റെ ഓപ്പറേഷൻസിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ മിക്കവാറും ഒരു ഫോറിൻ ഇന്റലിജൻസ് ഏജൻസി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ മൊസാദായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊസാദിന്റെ അടുത്തൊരു കംപ്ലീറ്റ് ഫയൽ ഉണ്ട്, അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ അടുത്ത് കംപ്ലീറ്റ് ഫയൽ ഉണ്ട്. അപ്പൊ അവര് കോൺഗ്രസിന്റെ പ്രഷർ കാരണം ചില റിഡാക്ഷൻ
പാർട്സ് കട്ട് ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ പ്രസിദ്ധീകരിക്കേണ്ടി വരും. അപ്പോ റിഡാക്ഷൻ ചെയ്യുവാണെങ്കിൽ ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് അത് റിഡാക്ട് ചെയ്തു? അപ്പൊ അതിനൊരു ഉത്തരം കൊടുക്കേണ്ടി വരും. പക്ഷേ അത് ഡിലീറ്റ് ചെയ്തിട്ട് അതിന്റെ ട്രേസ് ഇല്ലാണ്ട് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ചോദ്യങ്ങളൊന്നും വരില്ല. അപ്പൊ അതിനുള്ള ടെക്നോളജി ഒരു പക്ഷേ മൊസാദിന്റെ അടുത്തുണ്ടായിരിക്കും. അപ്പോ ട്രംപിനെ നെതന്യാഹു ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.